ഹലോ ദിസ് ഈസ് ബെൽസൺ ഹിയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇന്നലെ സെബി ഒരു പ്രൊപ്പോസൽ വെച്ചു. അതായത് കുറച്ച് നാളുകളായിട്ട് സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പറയുന്നൊരു കാര്യമാണ് 9 out of 10 people ആർ മേക്കിംഗ് ലോസസ് ഇൻ ഓപ്ഷൻ ട്രേഡ്സ്. ശരിയല്ലേ? ശരിയാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് ഓപ്ഷൻസ് ട്രേഡിലേക്ക് പുതിയതായിട്ട് വരും. ഒരുപാട് പുതിയ ജനറേഷനിലെ പിള്ളേരാണ് കൂടുതലും ഓപ്ഷനിലേക്ക് വരുന്നത്. അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ്? ക്വിക്ക് മണി എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഈ കംപ്ലീറ്റ്ലി അവരുടെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ചെയ്ത് പോകാറാണ് പതിവ്. സാധാരണഗതിയിൽ ഇങ്ങനെ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവരെല്ലാവരും തന്നെ പ്രോ ട്രേഡേഴ്സ് ഒന്നുമല്ല, പ്രൊഫഷണൽ ട്രേഡേഴ്സ് അല്ല. അവർ എന്താ പറയുക, ടെക്നിക്കൽ അനാലിസിസ് ഒന്നും ചെയ്യാണ്ട് ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കുന്നവരാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അത് മാത്രമല്ല, ഓപ്ഷൻസിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ മാർജിൻ വരും. അതായത് പ്രീമിയം, വളരെ കുറച്ച് പ്രീമിയം ആവശ്യമുള്ളൂ ഇല്ലേ? ഈ നിഫ്റ്റിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 5,000 താഴെയായിട്ടുള്ള പ്രീമിയമൊക്കെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ലോട്ടുകൾ എടുക്കാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ സ്റ്റോക്സിൻ്റെ ഓപ്ഷൻസൊക്കെ ആണെങ്കിൽ 15,000 20,000 രൂപ അതെല്ലാം വരുമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അഗ്രസീവായിട്ട് ട്രേഡിങ് എക്സ്പെക്റ്റ് ചെയ്ത് വരുന്നവർ, നല്ല ക്വിക്ക് മണി എക്സ്പെക്റ്റ് ചെയ്ത് വരുന്നവരൊക്കെ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്കാണ് വരുന്നത്. അവർക്കെല്ലാം തന്നെ ഒരു പിടുത്തമാണ്, ഒരു കൺട്രോളാണ് സെബി ഇമ്പോസ് ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്. സെബി കൊണ്ടുവരുന്ന ഈ പ്രൊപ്പോസൽ മാത്രമേ ഉള്ളൂ. ഇതിന് അങ്ങോട്ട് ഡിസിഷൻ ആവണമെങ്കിൽ ഇത്തിരി ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണ്. എന്നാൽ തന്നെയും ഇതൊരു ക്രൂഷ്യലായിട്ടുള്ളൊരു തീരുമാനമായി മാറിയേക്കാം. കാരണം എന്താണെന്നറിയോ, ഇപ്പം ഒരുപാട് പേര് ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ചെറിയ പ്രീമിയം, നേരത്തെ പറഞ്ഞ പോലെ ചെറിയ പ്രീമിയം മതിയോ എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ലോട്ടുകളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് കൂടുതൽ ലോസുകളൊക്കെ വരണേ. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ് ഇതിൽ സഫർ ചെയ്യുന്നത്. അപ്പം അത് മുന്നിൽ കണ്ടിട്ടാണ് സെബി എന്ത് പറയുന്നത്, ഈ ലോട്ടിൻ്റെ സൈസ് കൂട്ടാൻ പോവുക. അതായത് നമുക്ക് ഈ ചെറിയ എമൗണ്ട് മതി എന്ന് പറയുന്നത് ഇനി കൂടുതൽ എമൗണ്ട് പ്രീമിയം കൊടുത്ത് ആണ് ട്രേഡ് ചെയ്യാൻ, ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഇതിൽ കുറയാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കുറയാനെന്നല്ല, ഓൾമോസ്റ്റ് നിൽക്കുന്നു തന്നെ വേണമെങ്കിൽ പറയാം. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തത്, എല്ലാ ദിവസവും എക്സ്പയറീസ് ഉണ്ട് അല്ലേ? അപ്പം സാധാരണഗതിയിൽ തേഴ്സ്ഡേ മാത്രം എക്സ്പയറി ഉണ്ടായിരുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയൊക്കെ എക്സ്പയറി വെനസ്ഡേയിലേക്ക് മാറ്റി. വീക്ക്ലി എക്സ്പയറിയുടെ കാര്യം പറഞ്ഞേ. അതുപോലെ BSE, അതായത് സെൻസെക്സും പിന്നെ ബാങ്ക് എക്സും അങ്ങനെയുള്ള ഇൻഡെക്സുകൾ ട്രേഡിന് വേണ്ടി കൊണ്ടുവന്നു. അപ്പം അതെല്ലാം തന്നെ, അപ്പം മൺഡേ ടു ഫ്രൈഡേ നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ഓരോ എക്സ്പയറിയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഭയങ്കര വോളറ്റൈലായിരിക്കും ഡെയിലി മാർക്കറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ പേരുടെ കാശുകൾ നഷ്ടമാകുന്നുണ്ട് എന്നുള്ള കണ്ടെത്തലാണ് ആക്ച്വലി സെബിയെ കൊണ്ട് ഇങ്ങനൊരു പ്രൊപ്പോസൽ വയ്ക്കാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലോട്ട് സൈസ് കൂട്ടാനുള്ള ഒരു തീരുമാനങ്ങൾ, ഒരു പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സ്ചേഞ്ചിന് ഒരു എക്സ്പയറി മതി, ഒരു എക്സ്പയറി ഡേറ്റ് മതി, വീക്കിലി എക്സ്പയറി എന്ന് പറഞ്ഞുള്ള തീരുമാനവും ക്രൂഷ്യലാണ്. അങ്ങനെയുള്ള പ്രൊപ്പോസലും ക്രൂഷ്യലാണ്. പിന്നെ സാധാരണഗതിയിൽ ട്രേഡേഴ്സ്, ഡേ ട്രേഡൊക്കെ ചെയ്യുമ്പോൾ ഓപ്ഷൻസിലും ഫ്യൂച്ചേഴ്സിലൊക്കെ ഫണ്ട് വേണ്ടി വരാറില്ല. അതായത് ചിലപ്പോൾ സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ കൂടുതൽ എമൗണ്ട് അപ്പോൾ ട്രേഡ് ചെയ്യാനായിട്ട്, അപ്പോൾ ക്യാഷ് കയ്യിലില്ലെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ട്രേഡുകൾ ചെയ്യാൻ പറ്റും അല്ലേ? ഓപ്ഷൻ ട്രേഡേഴ്സിന് ട്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മിക്കവാറും നിർത്താനുള്ള പ്രൊപ്പോസലാണ് ഇപ്പോൾ സെബി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ F&O സെഗ്മെന്റിൽ നിന്ന് റീറ്റെയിലേഴ്സിനെ മാറ്റി നിർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഭയങ്കരമായിട്ട് ലോസ് ഉണ്ട്. അതൊന്ന് റിസ്ക് മാനേജ്മെന്റ് ചെയ്യണം, അതൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. ക്യാഷ് ഉള്ളവർ മാത്രമേ ഇത് ചെയ്താൽ മതി. അല്ലെങ്കിൽ പ്രോ ട്രേഡേഴ്സും റിസ്ക് മാനേജ്മെന്റ് ചെയ്യുന്നവർ മാത്രമേ ചെയ്താൽ മതി. ഇമ്മീഡിയറ്റ്ലി ക്യാഷ് ഉണ്ടാക്കാമെന്ന്, വളരെ ക്വിക്ക് മണി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാണ്ടിരിക്കാൻ വേണ്ടി കൂടിയാണ് സെബി ഇങ്ങനെയുള്ള പ്രൊപ്പോസൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ക്വാളിറ്റി ബേസ്, സാധാരണ അറിയാലോ ഈ ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സൊക്കെ എന്തിനാ ഉള്ളത്? ഹെഡ്ജിങ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ്. ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സൊക്കെ ഹെഡ്ജിങ് ചെയ്യാൻ വേണ്ടി ശരിക്കും അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? അത് ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, ഭയങ്കര അഗ്രസീവായിട്ടുള്ള ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് സെബിയുടെ ഇത്തരത്തിലുള്ള പ്രൊപ്പോസലുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുമെന്ന് കരുതുന്നു. നമുക്ക് നോക്കാം, ഇതിൻ്റെ പ്ലസും മൈനസൊക്കെ ഈ ദിവസങ്ങളിലായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനിയുള്ള വീഡിയോകളിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക്